2003 നടന്ന മുത്തങ്ങ കലാപത്തിൻ്റെ അതിൻ്റെ കോടതിയിലെത്തിയ കേസാണ് ഇപ്പോൾ അത് ഉത്തരവ് വന്നിട്ടുള്ളത്. മുഴുവൻ പ്രതികളെയും പുറത്തു വിട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ കോടതിയിൽ ഈ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഈ കേസിനെ കൃത്യമായി പഠിച്ച അഡ്വക്കേറ്റ് ജോസഫ് മാത്യു കൂടി ചേരുന്നു. അഡ്വക്കേറ്റ് ജോസഫ് മാത്യു, ഇപ്പോൾ ഈ മുത്തങ്ങ വെടിവെപ്പ് കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്ന ഒരാൾ മാത്രം കുറ്റക്കാരൻ, ആ പ്രതിയാവട്ടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുമില്ല. അപ്പോൾ ഈ കോടതിയുടെ വിധി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ, കൂടുതൽ ഈ വിധിയെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും നൽകാൻ കഴിയുമോ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു? അല്ല, വിധിയുടെ ഭാഗം ഒന്ന് അവിടെ വായിച്ചു കേട്ടത് മാത്രമേ ഉള്ളൂ. കൃത്യമായത് നോക്കുകയാണെങ്കിൽ എനിക്ക് വിധി ഒന്ന് വായിച്ചു കണ്ടാലേ അറിയുള്ളൂ. അതിനുള്ള ഡീറ്റെയിൽ കിട്ടിയില്ല. ഏതായാലും പ്രതികളെല്ലാം വിട്ടയക്കാണ്. 302-ൽ കൊലപാതകത്തിൽ കൺവിക്ഷൻ ഇല്ല. അതെ, കൺവിക്ഷൻ ഇല്ല എന്നുള്ളത്. പിന്നെ 1, 3, 5, 7 പ്രതികൾക്കെതിരെ ഒരു കുറ്റകൃത്യം ഉണ്ടെന്നാണ് കോടതി പറഞ്ഞത്. ഇനി അതിന്റെ ശിക്ഷയൊന്നും പറഞ്ഞിട്ടില്ല. അതിപ്പോ കണ്ടെത്തി അവർക്കെതിരെ ഉണ്ട് എന്ന് ഒരു കണ്ടെത്തൽ മാത്രം പറഞ്ഞു. ഏറെ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസാണല്ലോ ഇത്. ഇത്രയും കാലം 23 വർഷക്കാലം ഇത് നീണ്ടു നിന്ന ഒരു നടപടിക്രമമായിരുന്നല്ലോ ഇത്. ഇത്രയും കാലം ഈ കേസ് നീണ്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. മുഴുവൻ പ്രതികളെയും വെറുതെ വിടുമ്പോൾ അത് ഈ തെളിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കോടതിയുടെ ഇത്തരത്തിലുള്ളൊരു കണ്ടെത്തൽ. തീർച്ചയായിട്ടും കോടതി ജില്ലാ ജഡ്ജി ഈ കേസിൽ വിധിന്യായം വായിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാ വശവും വളരെ കൃത്യമായി പരിശോധിച്ചുകൊണ്ടാണ്, വളരെ വിശദമായ രീതിയിൽ എല്ലാം പരിഗണനയിൽ എടുത്തുകൊണ്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതികളെ ശിക്ഷിക്കാനുള്ള തെളിവ് പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ വിധിന്യായം കേട്ടപ്പോൾ ജഡ്ജി വായിക്കുന്നത് കേട്ടപ്പോൾ, പ്രസക്ത ഭാഗങ്ങൾ വായിച്ചപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായത്. അത് തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിൽ തന്നെയാണ് വിടുന്നത്. കുറ്റക്കാരാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പ്രോസിക്യൂഷന് ഉള്ള ഒരു പരാജയമായിട്ടാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കോടതി വിധിക്കെതിരെ മേൽക്കോടതികളെ സമീപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു? പോലീസ് അപ്പീൽ പോകാൻ ഒരു സാധ്യതയുണ്ട്. കാരണം ഒരു വലിയൊരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ അല്ലേ, ഇത്രയും വലിയ. അപ്പൊ അതിന് സ്വാഭാവികമായിട്ട് ഒരു അപ്പീൽ പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഈ വനവാസി സമൂഹം അന്ന് ഉന്നയിച്ച, അവർക്ക് സ്വന്തമായി കിടപ്പാടമില്ല, ഭൂമിയില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണല്ലോ ഒരു 2 പതിറ്റാണ്ട് മുമ്പ് അവർ ഇത്തരത്തിലൊരു സമര പഥത്തിലേക്ക് എത്തിയത്. അവരുടെ ആവശ്യങ്ങൾ ഇത്രയും കാലം കഴിയുമ്പോഴും ഇപ്പോഴും ആ സമൂഹം ഇതേപോലെ സ്വന്തമായി മണ്ണും വീടും ഒന്നും ഇല്ലാതെ കഴിയുന്ന സമൂഹം ഇപ്പോഴും അവരിൽ ഉൾപ്പെടുന്നുണ്ടല്ലോ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പോഴും ഇവിടെ ആദിവാസികൾ ഇവിടെ കഴിയുന്ന സാഹചര്യം എനിക്ക് നേരിട്ട് കണ്ട് അറിയുന്നു. ഞാൻ വയനാട്ടുകാരനാണല്ലോ, ഞാൻ പ്രദേശങ്ങളെല്ലാം കാണുന്നതാണ്. അപ്പൊ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത്രയും വലിയ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ഉണ്ടായി. എന്നിരുന്നാൽ തന്നെയും ഇന്നും ഇപ്പോഴും ആ വനഭൂമിയിൽ തന്നെ കുടിൽ കെട്ടി പുൽപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ കാണാം. മുത്തങ്ങയിലൊക്കെ ഉണ്ടല്ലോ, മുത്തങ്ങയിലെല്ലാം കുടിൽ കെട്ടി അവർ ഇങ്ങനെ താമസിക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു ശാശ്വത പരിഹാരം അതുകൊണ്ട് ഇന്നും വന്നിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഇപ്പോഴും ഈ കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും കുടിൽ കെട്ടി കഴിയുന്ന അവർക്ക് പട്ടയം നൽകാനോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി ഒരു ഭൂമി പതിച്ചു നൽകാനോ ഉള്ള നടപടി കാലങ്ങളായി മാറി വരുന്ന സർക്കാരുകൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം അഡ്വക്കേറ്റ് ജോസഫ് മാത്യു? അതുകൊണ്ട് പട്ടയം ഇപ്പൊ വിവിധ സർക്കാർ, അതിനുശേഷം എത്രയോ സർക്കാരുകൾ മാറി വന്ന് ഇടതുപക്ഷവും UDF ഒക്കെ ഭരണത്തിൽ വന്നു. എല്ലാവരും ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കുറച്ച് പേർക്ക് പട്ടയമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇപ്പോഴും വലിയൊരു വിഭാഗം ഭൂരഹിതരും അതുപോലെ വലിയൊരു വിഭാഗം താമസിക്കുന്നതിലും പട്ടയം ലഭിക്കാതെയും ഉള്ള ആദിവാസികളിൽപ്പെട്ട വലിയൊരു വിഭാഗം ഇവിടെ ഈ വയനാട്ടിൽ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അവരുടെ സമൂഹത്തിൽ നിന്നും നമുക്കറിയാം, മന്ത്രിസഭയിൽ പോലും മന്ത്രിമാർ വരെ വന്നിട്ടുണ്ട്. അങ്ങനെ ജനപ്രതിനിധികളായി പോലും, പ്രത്യേകിച്ച് നിയമനിർമ്മാണ സഭയിൽ പോലും പ്രധാനപ്പെട്ട മന്ത്രി പദവിയിൽ വരെ അവരുടെ സമൂഹത്തിൽ നിന്നുമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും ആ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ പിന്നെ എന്നാണ് ഇവർക്ക് ഇതിൽ നിന്നൊരു മോചനം, അവർക്ക് ഒരു നല്ല കാലം വരിക അഡ്വക്കേറ്റ് ജോസഫ് മാത്യു? അത് ഏത് സർക്കാരായിരുന്നാലും ഇതിനകത്ത് വളരെ കൃത്യമായ ഒരു സമീപനം എടുക്കാതെ ഒന്നും കഴിയില്ല. ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. വയനാട്ടിൽ മറ്റു ഒരു കോളിളക്കം ഉണ്ടാക്കിയതാണ് മുട്ടിൽ മരമുറി കേസ്.
ആ മുലമുറി കേസിൽ ഇന്നിപ്പോ ഒരു 8ഓളം ആദിവാസികൾക്കെതിരെ കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം വലിയ പിഴശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 80 ലക്ഷം രൂപ വരെ അവർ പിഴയടക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അധികൃതരും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് വന്നാണ്. അപ്പൊ ആദിവാസികളെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇത് ഉദ്യോഗസ്ഥരോ ബന്ധപ്പെട്ട ഭരണ നേതൃത്വമോ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. അത് അപ്പോഴും ഇപ്പോഴും അത് നിലനിൽക്കുന്നു. യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്വക്കേറ്റ് ജോസഫ് മാത്യു പങ്കുവച്ചത്. അദ്ദേഹം വയനാട് തന്നെയുള്ള ആളാണ്, ഈ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്ന ആളാണ്. കോടതി വിധിയെപ്പറ്റി അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ആണ് നമ്മളോട് പ്രതികരിച്ചത്.